Hi friends, so നമുക്കിന്ന് മാത്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാസ് ഓഫ് എ ബോഡി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കാണ് മാസ് ഓഫ് എ ബോഡി കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. അതിൻ്റെ ഇക്വേഷൻസ് ഉണ്ട്. 1 ഡയമെൻഷനിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഇൻ്റഗ്രൽ ലാംഡ ഡി എസ്. 2 ഡയമെൻഷനിൽ വരുമ്പോൾ മാസിൻ്റെ ഇക്വേഷൻ ഡബിൾ ഇൻ്റഗ്രൽ സിഗ്മ ഡി എ. ആൻഡ് 3 ഡയമെൻഷനിൽ വരുമ്പോൾ മാസ് എന്ന് പറയുന്നത് ട്രിപ്പിൾ ഇന്റഗ്രൽ റോ ഡി വി. ഇതാണ് ഇക്വേഷൻ. ഇവിടുത്തെ ലാംഡ, സിഗ്മ ആൻഡ് റോ ഇത് മൂന്നും ഡെൻസിറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം എന്നില്ലേ, ആ റിലേഷൻ ഉപയോഗിച്ചിട്ട്, അതായത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. ഇതിനകത്ത് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വോളിയം എന്ന് പറയുന്നത് ഒരു 3 ഡയമെൻഷണൽ ഫിഗർ ആയതുകൊണ്ട് ഡെൻസിറ്റി മാസ് എന്ന് പറയുന്നത് എങ്ങനെ വരും? ഡെൻസിറ്റി ഇൻറ്റു വോളിയം, ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇവിടുത്തെ ഡെൻസിറ്റി ഇൻറ്റു അത് 2 ഡയമെൻഷനിൽ ആകുമ്പോൾ ഏരിയ ആയിട്ട് മാറും. 1 ഡയമെൻഷനിൽ വരുമ്പോൾ യൂണിറ്റ് ലെങ്ത്, ഇവിടെ ലെങ്തിന്റെ ആർക്ക് ലെങ്ത് ആയിട്ടാണ് ഡി എസിനെ കൺസിഡർ ചെയ്യുന്നത്. സോ ഡെൻസിറ്റി ഇൻറ്റു ആർക്ക് ലെങ്ത്. 3 ഡയമെൻഷനിൽ വരുമ്പോൾ എക്സ് ആക്സസും വൈ ആക്സസും ഇസഡ് ആക്സസിന്റെ ലിമിറ്റ് കൊടുക്കേണ്ടതുണ്ട്. സോ അതുകൊണ്ടാണ് ട്രിപ്പിൾ ഇന്റഗ്രൽ. 2 ഡയമെൻഷനിൽ ഡബിൾ ഇന്റഗ്രൽ, 1 ഡയമെൻഷനിൽ ഒരു ഇന്റഗ്രലേ ഉള്ളൂ, സിംഗിൾ ഇന്റഗ്രൽ. ഇങ്ങനെയാണ് മാസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മാസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. ഇനി ഈ 3 ഡയമെൻഷനിൽ ഉപയോഗിച്ച് ചെയ്യേണ്ട ഒരു പ്രോബ്ലം നമുക്ക് നോക്കാം. സോ നമ്മുടെ പ്രോബ്ലം ഇതാണ്. ഫൈൻഡ് ദ മാസ് ഓഫ് ദ ടെട്രാഹീഡ്രൽ ബൗണ്ടഡ് ബൈ ദ കോർഡിനേറ്റ് സർഫസസ് ആൻഡ് ദ പ്ലെയിൻ x by a plus y by b plus z by c is equal to 1 if its density is given by rho is equal to rho 0 into 1 plus x by a. സോ നമ്മുടെ പ്രോബ്ലത്തില് 3 ഡയമെൻഷണൽ ഫിഗർ ആണെന്ന് മനസ്സിലായി. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് ഇസഡ് ബൈ സി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞ പ്ലെയിൻ ആണ്. സോ അതിനകത്ത് തന്നെ മനസ്സിലാകാം എക്സ് ആക്സസും വൈ ആക്സസും ഇസഡ് ആക്സസും ഉണ്ട്. അതുപോലെ തന്നെ ടെട്രാഹീഡ്രൽ എന്നും പറഞ്ഞിട്ടുണ്ട്. സോ അപ്പോൾ അതൊരു 3 ഡയമെൻഷണൽ ഫിഗർ ആണ്. അത് ആ 3 ഡയമെൻഷണൽ ഫിഗറിലെ മാസ് എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ട്രിപ്പിൾ ഇന്റഗ്രൽ റോ ഡി വി ആണ്. സോ ഈ ട്രിപ്പിൾ ഇന്റഗ്രലിനകത്ത് ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും ലിമിറ്റ് ഇട്ട് കൊടുത്തിട്ട് ഇന്റഗ്രേഷൻ നടത്തുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് ഈ ഡി വി എന്ന് പറയുന്നത് എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഡി എക്സ്, ഡി വൈ, ഡി ഇസഡിനെയാണ് ഡി വി എന്ന് ഉദ്ദേശിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ലിമിറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്മുടെ റിലേഷൻ ഇതാണ്. എം ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ റോ ഡി വി. ഇതിൽ നിന്ന് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ഇതൊരു ടെട്രാഹീഡ്രൽ ആണ്. അതുപോലെ ഇത് നിൽക്കുന്ന പ്ലെയിൻ എന്ന് പറയുന്നത് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് ഇസഡ് ബൈ സി ഇസ് ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്ലെയിനിലാണ് നമ്മുടെ ടെട്രാഹീഡ്രൽ നിൽക്കുന്നത്. അതിന്റെ മാസാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഡെൻസിറ്റി. ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ 0 ഇൻറ്റു 1 പ്ലസ് എക്സ് ബൈ എ എന്നും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. സോ നമ്മുടെ ഈ ടെട്രാഹീഡ്രലിനെ നമുക്കൊരു ഈ ട്രിപ്പിൾ 3 ഡയമെൻഷണൽ ഫിഗറിൽ നമുക്ക് ഡയഗ്രാം വരയ്ക്കാം. സോ എക്സ്, ഇസഡ് ആൻഡ് വൈ ആക്സസ്. ഇത് 0 പോയിന്റ് എക്സ് ബൈ എ. അതിനകത്ത് ഈ റിലേഷനകത്ത് എ, ബി ആൻഡ് സി എന്ന് പറയുന്നത് അതിന്റെ ഡിസ്റ്റൻസ്, ഏത് ആക്സസ് ആണോ എടുക്കുന്നത് അതിന്റെ ഡിസ്റ്റൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുക. സോ എക്സിന്റെ ആണെങ്കിൽ 0 ടു എ വരെ ഉള്ളത്, വൈയുടെ ആകുമ്പോൾ 0 ടു ബി വരെ, ഇസഡിന്റെ ആകുമ്പോൾ 0 ടു സി വരെ. ദെൻ ഇതിനെ ഞാൻ ജോയിൻ ചെയ്യാണ്. സോ നമുക്ക് ഇങ്ങനെ ഒരു ഫിഗർ കിട്ടും. ദെൻ നമുക്ക് ഈ എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും ലിമിറ്റുകൾ ഇട്ടുകൊടുത്താണ് ഇന്റഗ്രേഷൻ നടക്കൂ. സോ ഈ പ്ലെയിൻ ആണ് നമുക്ക് തന്നിരിക്കുന്ന ഈ ഓരോ പ്ലെയിൻസിനെയാണ് നമുക്ക് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് ഇസഡ് ബൈ സി ഈക്വൽ ടു 1 എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇസഡിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇസഡ് ഈക്വൽ ടു 0, ഈ 0 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നാണ് എല്ലാ ആക്സസും സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇസഡ് ഈക്വൽ ടു 0 മുതൽ എവിടെ വരെ വരും? ഇസഡ് ഈക്വൽ ടു ഈ റിലേഷനിൽ നിന്നും, അതായത് ഈ പ്ലെയിൻ ഇവിടുന്ന് ഇവിടെ വരെയാണ്. സോ ഈ പ്ലെയിൻ വരെയുള്ള ഡിസ്റ്റൻസ്. സോ പ്ലെയിൻ വരെ എന്ന് പറയുമ്പോൾ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി പ്ലസ് ഇസഡ് ബൈ സി എന്നാണ്, ഇസ് ഈക്വൽ ടു 1 എന്നാണ് ഇതിന്റെ പ്ലെയിൻ. ഇതിൽ നിന്ന് ഇസഡിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കാം. 1c ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി. ഇതാണ് ഇസഡ്. അപ്പം 0 മുതൽ
ഈ പ്ലെയിൻ വരെ, അതായത് z ഈക്വൽ ടു c ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി വരെയാണ് ഇതിന്റെ ലിമിറ്റ്. സോ ഇസഡിന്റെ ലിമിറ്റ് നമുക്ക് കിട്ടി 0 ടു c ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി. ദെൻ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിന്റെയും വൈയുടെയും ലിമിറ്റുകളാണ്. എക്സിന്റെ നമുക്ക് ഓൾറെഡി കിട്ടി 0 മുതൽ എക്സ് വരെയുള്ള എ വരെയുള്ള ലിമിറ്റ്. സോ 0 ടു എ എന്ന് എഴുതാലോ. എക്സ് ആക്സിസിലെ നമുക്ക് 0 ടു എ വരെ എന്ന് കാണാം. ബട്ട് വൈ ആക്സിസിൽ നോക്കുമ്പോൾ നമ്മൾ ഈ ഫിഗറിനെ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുകയാണ്. എക്സ് വൈ പ്ലെയിൻ എടുക്കുന്നു. ദെൻ ഞാൻ ഇതെന്ന് പറയുന്നത് 0 ടു എ വരെയുള്ള എക്സ് ആക്സിസിൽ 0 ടു എ വരെയുള്ള ഡിസ്റ്റൻസ്. ദെൻ വൈ ആക്സിസിൽ വരുമ്പോൾ ഇവിടെ 0 ടു ബി വരെ ഉണ്ട്. ഇതിനെ ഞാൻ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്ലെയിൻ കിട്ടും. ആ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഇതിന് ഈക്വൽ ആണ്. സോ ഈ ഇസഡ് എന്ന് പറയുന്നത് ഇവിടെ ഇല്ല, ഇസഡ് ആക്സസ് ഇല്ല, എക്സും വൈയും മാത്രമേ ഉള്ളതുകൊണ്ട് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1 മാത്രമേ ഇവിടെ ഉള്ളൂ. സോ ഇതിൽ നിന്ന് വൈ കണ്ടുപിടിക്കാൻ 1 ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ എന്ന് നമുക്ക് എഴുതാം. സോ നമ്മുടെ വൈയുടെ ലിമിറ്റും കിട്ടി 0 ടു ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ. ദെൻ ഈ 3 ലിമിറ്റും കൂടെ നമ്മുടെ ഇന്റഗ്രേഷനകത്തോട്ട് ഇട്ട് കൊടുത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് എടുക്കുകയാണ് മാസ് കണ്ടുപിടിക്കാൻ. സോ നമ്മുടെ ലിമിറ്റുകൾ 3 എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും ലിമിറ്റ് ഞാൻ ഇന്റഗ്രേഷനിലോട്ട് ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ എം ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ റോ ഡി വി എന്നല്ലായിരുന്നു. ആ റോയിന് പകരം ഡെൻസിറ്റി എന്ന് പറയുന്ന റോയിന് പകരം നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് റോ 0 ഇൻറ്റു 1 പ്ലസ് എക്സ് ബൈ എ. അത് ഞാൻ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ ഇങ്ങനെയാണ് നമ്മുടെ ഇത് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യുമ്പോൾ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ഡി ഇസഡുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ അതിനെ മാത്രം ബ്രാക്കറ്റിനകത്ത് സ്ക്വയർ ബ്രാക്കറ്റിൽ ഇട്ടു. സോ ഞാൻ ഈ റോ 0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. സോ അതിനെ ഞാൻ വെളിയിലെടുത്തു. റോ 0 ഇൻറ്റു ഇന്റഗ്രൽ, ബാക്കിയുള്ള ഇന്റഗ്രൽ എക്സിന്റെയും വൈയുടെയും ലിമിറ്റ് അതുപോലെ തന്നെ ഇടുക. 0 ടു എ 0 ടു ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ 1 പ്ലസ് എക്സ് ബൈ എ, അത് കോൺസ്റ്റന്റ് ആണ്, അതും അതുപോലെ ഇടുക. ഡി ഇസഡിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇസഡ് ആണ്. അപ് ടു ലിമിറ്റ് എവിടെ മുതൽ എവിടെ വരെ 0 ടു സി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി വരെ. ബാക്കിയുള്ള ലിമിറ്റ് അതായത് ഇത് ഡി വൈ ആൻഡ് 0 ടു എയുടെ ഡി എക്സ്. ദെൻ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ റോ 0 ടു എ 0 ടു ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ 1 പ്ലസ് എക്സ് ബൈ എ. സിക്ക് ഇസഡിന് പകരം ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണ്. സോ അപ്പർ ലിമിറ്റ് സി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി ഡി വൈ ആൻഡ് ഡി എക്സ്. മൈനസ് 0 ഇട്ടണ്ട. ഈ സിയും കോൺസ്റ്റന്റ് ആണ്. സിനെ ഞാൻ പുറത്തെടുത്തു. റോ 0 ഇൻറ്റു സി ഇന്റഗ്രൽ 0 ടു എ 0 ടു ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ 1 പ്ലസ് എക്സ് ബൈ എ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ മൈനസ് വൈ ബൈ ബി ഇൻറ്റു ഡി വൈ ഡി എക്സ്. ഇനി ഇതിനെ ഞാൻ 1 പ്ലസ് എക്സ് ബൈ എ കൊണ്ട് ഓപ്പൺ ചെയ്യാണ്. ഓക്കെ, 1 പ്ലസ് എക്സ് ബൈ എ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ മൈനസ് 1 പ്ലസ് എക്സ് ബൈ എ ഇൻറ്റു വൈ ബൈ ബി. സോ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറയുമ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ 1 പ്ലസ് എക്സ് ബൈ എ കൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യാണ്. സോ സി റോ 0 ഇന്റഗ്രൽ 0 ടു എ 0 ടു ബി ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ 1 പ്ലസ് എക്സ് ബൈ എ കൊണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ മൈനസ് 1 പ്ലസ് എക്സ് ബൈ എ ഇൻറ്റു വൈ ബൈ ബി, ദറ്റ് ഈസ് 1 പ്ലസ് എക്സ് ബൈ എ ഇൻറ്റു വൈ ബൈ ബി ഡി വൈ ആൻഡ് ഡി എക്സ്. ഓക്കെ, ദെൻ 0 ഇന്റഗ്രൽ 0 ടു എ. ഇനി ഞാൻ ഈ ഡി വൈനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. സോ ഡി വൈ കൊണ്ട് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതിനെ ഞാനൊരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലാക്കി. ദെൻ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു ഇവിടെ വൈയുടെ ടേം ഇല്ലാത്തതുകൊണ്ട് ഇവിടെ 1 ആണെങ്കിൽ ഇന്റഗ്രേഷൻ എങ്ങനെയാവും? y ആകും. സോ 0 ടു ലിമിറ്റ്
0 to 1 minus x by a. b into 1 minus x by a minus 1 plus x by a into y-യുടെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് y square by 2. y square by 2. ഇവിടെ ഒരു b ഉണ്ട്. dy and dx. അതുപോലെ തന്നെ ഇതിന്റെ ലിമിറ്റ് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. 0 to b into 1 minus x by a. Okay. Then c into rho 0 integral 0 to a 1 minus x square by a square. ഞാൻ y-യുടെ ലിമിറ്റുകൾ കൊടുക്കാണ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ b into 1 minus x by a minus 1 plus x by a into 1 by 2b. ഇതിനകത്ത് 1 by 2b ഞാൻ അത് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിനെ ഞാൻ പുറത്തിട്ടു. സോ y സ്ക്വയറേ ഉള്ളൂ. y സ്ക്വയറിന് ലിമിറ്റ് കൊടുക്കുമ്പോൾ b സ്ക്വയർ മൈനസ് b സ്ക്വയർ ഇൻറ്റു 1 മൈനസ് എക്സ് ബൈ എ ഹോൾ സ്ക്വയർ dx. ഓക്കെ. ദെൻ 0 ഇന്റഗ്രൽ 0 ടു a. ഇതിനകത്ത് b, ഈ ബിനെ ഞാൻ ക്യാൻസൽ ചെയ്തു. ഈ ബിയും പോയി. ദെൻ ഇവിടെ ഈ ഒരു ടേമില് b ഉണ്ട്, ഈ ടേമിലും b കോൺസ്റ്റന്റ് ആണ്. സോ ആ ബിനെ ഞാൻ പുറത്തിട്ടു. സോ b 0 ഇന്റഗ്രൽ 0 ടു a 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് എക്സ് ബൈ എ. അപ്പൊ ഇതിനകത്തുള്ള 1 മൈനസ് എക്സ് ബൈ എ ഈ ടേമിലും ഉണ്ട്, ഈ ടേമിലും കോമൺ ആണ്. സോ രണ്ട് ടേമിൽ നിന്ന് ഞാൻ കോമൺ ആയിട്ട് 1 മൈനസ് എക്സ് ബൈ എ പുറത്തെടുത്തു. ദെൻ എന്തുണ്ട്? 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ ഉണ്ട് ഇൻറ്റു ബിയും പോയി 1 മൈനസ് എക്സ് ബൈ യും പോയി. ഇവിടെ മൈനസ് 1 പ്ലസ് എക്സ് ബൈ എ ഉണ്ട്, 1 മൈനസ് എക്സ് ബൈ എ. അപ്പോൾ 1 പ്ലസ് എക്സ് ബൈ എ ഇൻറ്റു 1 minus x by a divided by 2 dx. Okay. Then b0 integral 0 to a 1 minus x by a into 1 minus x square by a square minus ഈ 1 plus x by a into 1 minus x by a 1 minus x square by a square divided by 2 dx. Then b0 integral 0 to a 1 minus x by a into 1 minus 1 by 2 is 1 by 2. That is 1 minus x square by a square divided by 2. Okay, dx. ഇതിനകത്ത് കോൺസ്റ്റന്റ് 2 ആണ്. സോ ആ 2നെ ഞാൻ പുറത്തിട്ടു. ഡിവൈഡഡ് ബൈ 2 ഇന്റഗ്രൽ 0 ടു എ 1 മൈനസ് എക്സ് ബൈ എ ഇൻറ്റു ഇവിടുത്തെ 1 മൈനസ് എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ dx. ദെൻ b0 ബൈ 2 ഇന്റഗ്രൽ 0 ടു എ 1 മൈനസ് എക്സ് ബൈ എ കൊണ്ട് ഓപ്പൺ ചെയ്യുന്നു. സോ 1 ഇൻറ്റു 1 മൈനസ് x square by a square minus x by a plus x cube by a cube dx. Okay. ഇനി ഞാൻ dx-നെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്. ഓക്കെ, dx-നെ ഞാൻ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഇട്ടു. ദെൻ dx-നെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ b0 by 2 1ന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് x ആണ് മൈനസ് എക്സ് സ്ക്വയർ. ഇത് ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ് റേസ് ടു എന്നിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ എൻ പ്ലസ് 1 ആണ്. സോ ഇവിടെ ഇവിടെ 1 ആണ്. സോ 1ന്റെ ഇന്റഗ്രൽ എക്സ് ആണ്. എക്സിനെ വെച്ച് ഇന്റഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. സോ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എക്സിന്റെ പവർ എന്ന് പറയുന്നത് 2 ആണ്. സോ 2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 പ്ലസ് 1 ദാറ്റ് ഈസ് എക്സ് ക്യൂബ് ഡിവൈഡഡ് ബൈ 3a സ്ക്വയർ മൈനസ് എക്സിന്റെ പവർ 1 ആണ്. So 1 plus 1 is 2. X square divided by 2a plus x raised to 4 divided by 4a cube. Limit is 0 to a. Okay. Then b0 divided by 2 integrals b0 divided by 2 എക്സിന് പകരം ഞാൻ എ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ എ മൈനസ് എ ക്യൂബ് ബൈ 3a സ്ക്വയർ മൈനസ് എ സ്ക്വയർ ബൈ 2a പ്ലസ്
a raised to 4 by 4a cube. Then b0 0 divided by 2. ഇതിനകത്തുനിന്ന് എയും എയും പോയി, ഈ എയും പോയി, എ ക്യൂബ് a4 നിന്നും പോയി. ദെൻ നമുക്ക് എങ്ങനെ എഴുതാം? a മൈനസ് a ബൈ 3 മൈനസ് a ബൈ 2 പ്ലസ് a ബൈ 4 എന്ന് എഴുതാം. ഓക്കെ, ഇനി b0 0 ബൈ 2 ഇൻറ്റു ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ a മൈനസ് a ബൈ 3 എടുക്കുന്നു. അപ്പൊ ഇതിനെ ഞാൻ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 3a മൈനസ് a ബൈ 3, ദാറ്റ് ഇസ് 3a മൈനസ് a is 2a ബൈ 3. ഇവിടുത്തെ ടേം കിട്ടി 2a ബൈ 3. ബാക്കി 2a ബൈ 3 മൈനസ് a ബൈ 2. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4a മൈനസ് 3a ബൈ 2 6. ഓക്കെ, ദാറ്റ് ഇസ് a ബൈ 6. ഇത്രയും വരെയുള്ള ടേം a ബൈ 6 എന്ന് കിട്ടി. ഇനി ഉള്ള ടേം ഏതാണ്? പ്ലസ് a ബൈ 4. സോ a ബൈ 6 പ്ലസ് a ബൈ 4. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 4a പ്ലസ് 6a ബൈ 24. ദാറ്റ് ഇസ് 10a ബൈ 24. അപ്പൊ നമുക്ക് 10a ബൈ 24 എന്ന് കിട്ടി. സോ നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 10a ബൈ 24. ദെൻ ഇതും ഞാൻ കട്ട് ചെയ്തു, 5 ആയി. സോ നമുക്ക് ആൻസർ കിട്ടി 5 by 24 റോ 0 ABC. ഇതാണ് ആ ഞാൻ പറഞ്ഞ ടെട്രാഹീഡ്രന്റെ മാസ് എന്ന് പറയുന്നത്. ഓക്കെ.